സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രവബലങ്ങൾ. അത് നല്ല ടോപ്പിക്കാണ്. പ്ലവക്ഷമ ബലം, കൊഹിഷൻ, അഡ്ഹീഷൻ, വിസ്കസ് ബലം, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ആ ഒരു ഭാഗമാണ് നോക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്നതാണ്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ദ്രവബലങ്ങൾ അല്ലേ? ദ്രവബലങ്ങൾ എന്താണ് ദ്രവം എന്ന് വെച്ചാൽ? ദ്രവം എന്ന് പറഞ്ഞാൽ വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നാം പൊതുവെ പറയുന്നതാണ് ദ്രവങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്ലവക്ഷമ ബലത്തെ പറ്റിയാണ്. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ കപ്പല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു പ്ലാസ്റ്റിക് കുപ്പി ഇട്ടാൽ അതെന്ത് പറ്റും? അത് പൊങ്ങിക്കിടക്കാറുണ്ട്. അതുപോലെ നമ്മളിപ്പം വെള്ളത്തിനുള്ളിൽ നിന്ന് എന്തെങ്കിലും സാധനത്തെ നമ്മളിങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കുക. പൊക്കിയെടുക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? വളരെ ഭാരം കുറഞ്ഞതായിട്ട് തോന്നും. ആ വസ്തുവിന് ശരിക്കും ഭാരം ഉണ്ടാവും, എങ്കിൽ പോലും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ അതിന് ഭാരം കുറഞ്ഞതായിട്ട് തോന്നും. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ ആ വസ്തുവില് ദ്രാവകം എന്താണ് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ഒരു ദ്രവത്തില്, ദ്രാവകമാകും വാതകമാകും, അതുകൊണ്ട് നമ്മൾ ദ്രവം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദ്രവത്തില് ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിനിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ദ്രവത്തില് പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവില് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ കപ്പല് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അതുപോലെ ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പൊങ്ങുന്നത്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ പ്ലവക്ഷമ ബലത്തിന് എക്സാമ്പിൾ ആണ്. ഇനി പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തെ ഘടകമാണ് സാന്ദ്രത. ഇവിടെ നോക്കി, നമ്മൾ ഒരു കല്ല് നമ്മൾ 3 വെള്ളത്തിലിടുവാണ്. ഒരെണ്ണം മണ്ണെണ്ണയിലിടുന്നു, ഒരെണ്ണം ജലത്തിലിടുന്നു, ഒരെണ്ണം ഉപ്പുവെള്ളത്തിലിടുന്നു. അപ്പൊ കല്ലിന്റെ ഭാരം ഏറ്റവും കൂടുതൽ എവിടെയാണ്? അതായത് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ ഈ സാന്ദ്രത കൂടുതലുള്ളതിൽ, അതായത് ഉപ്പുവെള്ളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അപ്പൊ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. സാന്ദ്രത ഓർത്തിരിക്കണം കേട്ടോ. ജലം, മണ്ണെണ്ണ, ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ഓർത്തിരിക്കണം. പിന്നെ ഒരു ഘടകമാണ് വ്യാപ്തം. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് വ്യാപ്തവും പിന്നെന്താണ് സാന്ദ്രതയും. വ്യാപ്തവും സാന്ദ്രതയും. ഇപ്പൊ വ്യാപ്തം കൂടിയാലും സാന്ദ്രത കൂടിയാലും പ്ലവക്ഷമ ബലം എന്ത് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞു? ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവില് ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. എക്സാമ്പിൾ ഓർത്തിരിക്കുക, സ്വാധീനിക്കുന്ന ഘടകങ്ങളും. ഇനി അടുത്തതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ ദ്രവം ഒരു ബലം പ്രയോഗിക്കുന്നത്. അതാണ് എന്താ? പ്ലവക്ഷമ ബലം. ആ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. നമ്മൾ പ്ലവക്ഷമ ബലം എന്താന്ന് പറഞ്ഞു? ഒരു വസ്തു ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ആ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ആർക്കിമിഡീസ് ആരായിരുന്നു? തെക്കേ ഇറ്റലിയിൽ ജനിച്ചത്. എവിടെയാണ്? തെക്കേ ഇറ്റലി തുറമുഖമായ സിറാക്യൂസിലാണ് ആർക്കിമിഡീസ് ജനിച്ചത്. BC 287 അതുപോലെ തന്നെ ഹെയ്റോ രണ്ടാമൻ എന്ന് പറഞ്ഞ രാജാവിന്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥ പോലെ പറയുവാണ്. ഈ ഹെയ്റോ രാജാവിന്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണ പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ചു. അപ്പൊ ആ കിരീടത്തില് മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് രാജാവ് ആർക്കിമിഡീസിനോട് പറഞ്ഞു. അങ്ങനെ ആർക്കിമിഡീസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശുദ്ധമായ സ്വർണത്തിന്റെ സാന്ദ്രത കണ്ടെത്താന് സ്വർണ്ണ കട്ടിയുടെ മാസിനെ അതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എന്താണ്? ഈ കിരീടത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ വേണം അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ദിവസം കുളിക്കാനായിട്ട് ഒരു ജലം നിറച്ച തൊട്ടിയിൽ ഇറങ്ങിയപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായിട്ട് മനസ്സിലായി. അതിൽ നിന്നാണ് ഒരു വസ്തുവിന്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിന്റെ വ്യാപ്തം കണ്ടെത്തിയാൽ മതി എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ കിരീടത്തിന്റെ വ്യാപ്തവും സാന്ദ്രതയും കണ്ടെത്തി അതിൽ മായം കലർന്നിട്ടുണ്ടെന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. ജസ്റ്റ് ഒരു കഥ പോലെ ഓർത്തിരുന്ന വെച്ചാൽ മതി. അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന എപ്പോഴാണ്? ഹെയ്റോ രണ്ടാമൻ രാജാവിന്റെ കാലത്താണ്. ഇറ്റലിയിലാണ് ജനിച്ചത്. പിന്നെ BC 212 2ാം പ്യൂണിക് യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. റോമൻ പട്ടാളക്കാരന്റെ വാളാല് അദ്ദേഹം വധിക്കപ്പെടുകയാണ് ഉണ്ടായത്.
അപ്പോൾ ആർക്കിമിഡീസിനെ പറ്റി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ 2-3 ക്ലൂ തന്നിട്ട് ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ഇറ്റലിയിലാണ് ജനിച്ചത്, ഹെയ്റോ രണ്ടാമത്തെ കാലത്ത് ജീവിച്ചിരുന്നത്, 2ാം പ്യൂണിക് യുദ്ധത്തിലാണ് മരണപ്പെട്ടതെന്നൊക്കെയുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ് പ്ലവന തത്വം? എന്താണ് പ്ലവന തത്വം? അതായത് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തുവ് ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിന്റെ ഭാരവും വസ്തു എവിടെയാണോ മുങ്ങിയിരിക്കുന്നത് ആ ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. അതുപോലെ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തവും വസ്തുവിന്റെ വ്യാപ്തവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുവാണെങ്കിൽ അതിന്റെ ഭാരവും ആ ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഇനിയിപ്പോൾ മുങ്ങിയിരിക്കുവാണെങ്കിൽ വ്യാപ്തമാണ് അല്ലെ, മുങ്ങിയിരിക്കുവാണെങ്കിൽ ദ്രവത്തിന്റെ വ്യാപ്തവും വസ്തുവിന്റെ വ്യാപ്തവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് പ്ലവന തത്വം പറയുന്നത്. എല്ലാം ഈ ഒരു ജലവും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെയിം ആണ് കാര്യങ്ങളൊക്കെ തന്നെ. ഒന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് അറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് പ്ലവന തത്വം പറയുന്നത്. അപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതെന്താണ് പ്ലവന തത്വം. ഓക്കെ, 2 മാറിപ്പോവല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആപേക്ഷിക സാന്ദ്രത. എന്താണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം, ജലവും വെള്ളവും കൂടി ഒരേ പാത്രത്തിൽ എടുത്താൽ എന്ത് പറ്റും? മണ്ണെണ്ണ ജലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന കാണാം അല്ലെ. എന്താണ് അതിന് കാരണം? മണ്ണെണ്ണയ്ക്ക് ജലത്തിനെക്കാട്ടിലും സാന്ദ്രത കുറവാണ്, അതുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. അപ്പൊ ജലത്തെക്കാട്ടിലും സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളും ഉണ്ട്, എന്താണ് കുറഞ്ഞ ദ്രാവകങ്ങളും ഉണ്ട്. ഇപ്പൊ തേൻ എങ്ങനെയാണ്? സാന്ദ്രത കൂടിയതാണ് അല്ലെ ജലത്തിനെക്കാട്ടിലും. പിന്നെ മണ്ണെണ്ണയാണെങ്കിൽ ജലത്തിനെക്കാട്ടിലും സാന്ദ്രത കുറവാണ്. അപ്പൊ ജലത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണെന്ന് പറയുന്നതിനെയാണ് ആ പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ ആ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രതയായിരിക്കും ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അതിന് യൂണിറ്റ് ഇല്ല, അതൊരു ആനുപാതിക സംഖ്യയാണ്. അതുകൊണ്ട് എന്താണ്? അതിന് യൂണിറ്റ് ഇല്ല, അത് ഓർത്തിരിക്കണം കേട്ടോ. യൂണിറ്റ് ഇല്ലാത്ത ഒരു ഇതാണ് എന്താ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഇക്വേഷൻ ഏത് വസ്തുവിന്റെയാണ്? ആ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത. ഇനി ഈ ആപേക്ഷിക സാന്ദ്രത ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളാണ് ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. എന്താണ് ലാക്ടോമീറ്റർ? നമ്മുടെ പാലിലൊക്കെ ജലമുണ്ടോ, മായം ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അതെന്തനുസരിച്ചാണ്? ഈ ആപേക്ഷിക സാന്ദ്രത അനുസരിച്ചാണ് അതിന്റെ പ്രവർത്തനം. പിന്നുള്ളതാണ് എന്ത്? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്താണ്? ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ജലത്തിന്റെ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളെയും സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളെയും കണ്ടെത്താൻ പറ്റും. അപ്പൊ സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള ഉപഗ്രഹമാണ് ഏത്? ഹൈഡ്രോമീറ്റർ, ഡ്രോ. അപ്പൊ ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും ഈ ആപേക്ഷിക സാന്ദ്രത അടിസ്ഥാനപ്പെടുത്തി ആണ് അതിന്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോമീറ്റർ സാന്ദ്രത അളക്കാനും പിന്നെ ലാക്ടോമീറ്റർ പാലില് വെള്ളമുണ്ടോ മായമുണ്ടോ എന്ന് അളക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് 2 ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് പാസ്കൽ നിയമം. എന്താണ് പാസ്കൽ നിയമം പറയുന്നത്? ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അതിനെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വ്യൂഹത്തിൽ കുറച്ച് ദ്രാവകം എടുത്തിരിക്കുക, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ബലം പ്രയോഗിച്ചാൽ അത് എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അതിനെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ മണ്ണുമാന്തി യന്ത്രം. പിന്നെ ഏറ്റവും നല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിൾ ആണ് ടൂത്ത് പേസ്റ്റ് ഇല്ലേ. ടൂത്ത് പേസ്റ്റിന്റെ നിറഞ്ഞിരിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ പ്രസ് ചെയ്താൽ എന്ത് വരും? ടൂത്ത് പേസ്റ്റിൽ നിന്ന് പേസ്റ്റ് പുറത്ത് വരും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ മർദ്ദം പ്രയോഗിച്ചാലും അത് എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞ ഈ മണ്ണുമാന്തി യന്ത്രം. പിന്നുള്ളത് നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ പേസ്റ്റ് പുറത്ത് വരുന്നത്. പിന്നെ ഉള്ളത് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്,
പിന്നെ ഹൈഡ്രോളിക് ബ്രേക്ക്, വാഹനങ്ങളുടെയൊക്കെ ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് വെച്ച് എന്ത് ചോദിച്ചാലും അത് പാസ്കൽ നിയമമെന്ന് ഓർത്തിരിക്കുക. PSC എപ്പോഴും എക്സാമ്പിൾ ആണ് ചോദിക്കാറുള്ളത്. എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് ഇത് ഏത് ബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏതൊക്കെ? ഹൈഡ്രോളിക് ബ്രേക്ക്, പിന്നെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഇപ്പൊ പറഞ്ഞ മണ്ണുമാന്തി യന്ത്രം, അതുപോലെ ഇപ്പൊ പറഞ്ഞ ടൂത്ത് പേസ്റ്റിന്റെ കാര്യം, അതൊക്കെ എന്താണ്? പാസ്കൽ നിയമം അനുസരിച്ചാണ് അവയുടെയൊക്കെ പ്രവർത്തനം വരുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബ്ലെയ്സ് പാസ്കലിനെ കുറിച്ചാണ്. ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അദ്ദേഹം ജനിച്ചത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. 1623 ജൂൺ 19 ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ഭൗതിക ശാസ്ത്രം, ഗണിതത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിയറികളാണ് പ്രൊജക്റ്റീവ് ജോമെട്രി, അതുപോലെ തന്നെ പ്രോബബിലിറ്റി, അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അതിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ് പാസ്കൽ കാൽക്കുലേറ്റർ കണക്കുകൂട്ടൽ യന്ത്രം. അതുപോലെ തന്നെ ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോ ഡയനാമിക്സ്, ഹൈഡ്രോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ആ ട്രയാങ്കിൾ, ഒരു പാസ്കൽ ട്രയാങ്കിൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? പാസ്കൽ ട്രയാങ്കിൾ 1 1 2 1 അങ്ങനെയുള്ള ആ ഒരു ഇത്, അതൊക്കെ ആര് നിർമ്മിച്ചതാണ്? ഈ പാസ്കൽ നിർമ്മിച്ചതാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. അതാണ് ഈ പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ സിറിഞ്ചില് വെള്ളം നിറയ്ക്കുകയാണ്. വെള്ളം നിറച്ചിട്ട് അതിന്റെ അഗ്രഭാഗം നമ്മൾ അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചിട്ട് പിസ്റ്റൽ അമർത്തിയ ജലത്തിന്റെ വ്യാപ്തം കുറയുന്നുണ്ടോ? മാറുന്നുണ്ടോ? മാറുന്നില്ല. അത്രേ ഉള്ളു കാര്യം. അതായത് മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. അതാണ് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ബ്ലെയ്സ് പാസ്കലിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഫ്രാൻസിലാണ് അദ്ദേഹത്തിന്റെ ജനിച്ചത്. പിന്നെ ജോമെട്രി, അതുപോലെ പ്രൊജക്റ്റീവ് ജോമെട്രി, പിന്നെ പ്രോബബിലിറ്റി, അതിലേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നെ പാസ്കൽസ് കാൽക്കുലേറ്റർ, അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അത്രയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് ഹൈഡ്രോളിക് ജാക്കും ഹൈഡ്രോളിക് പ്രസ്സും. അതും ഓർത്തിരിക്കണം. അത് ഏതനുസരിച്ചാന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമം അനുസരിച്ചാന്നുള്ളത് കാര്യം. എക്സാമ്പിൾ ആണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് കേശീകത്വം. എന്താണ് കേശീകത്വം എന്ന് പറയുന്നത്? ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശീകത്വം എന്ന് പറയുന്നത്. എന്താണ്? ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന ആ പ്രതിഭാസത്തിനെയാണ് കേശികത്വം എന്ന് പറയുന്നത്. ഇതിൽ PSC ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നതാണ്. വിളക്കുതിരിയിൽ ഇങ്ങനെ എണ്ണ കയറി വരുന്നില്ല, അതെന്തിനാ എക്സാമ്പിൾ? അതെന്താണ്? കേശികത്വത്തിന്റെ എക്സാമ്പിൾ ആണ് അതെന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കണ്ടോ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതുണ്ടോ? പ്രാണികള് ജലത്തിലൂടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നു, ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നു, ജലത്തുള്ളികൾ ഒട്ടിപ്പിടിച്ചതായിട്ട് തോന്നുന്നു. ഇതിനൊക്കെ എന്തൊക്കെയാണ് കാരണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞതിനൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അതൊക്കെ പ്രതലബലം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രതലബലങ്ങളാണ്. അതായത് പ്രാണികള് ജലോപരിതലത്തിൽ പൊങ്ങി നടക്കാൻ കാരണം എന്താണ്? പ്രതലബലമാണ്. ജലോപരിതലത്തിലെ കണികൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നു. അത് കാരണമാണ് പ്രതലബലം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ബ്ലേഡ് പൊങ്ങിക്കിടക്കുക, അതിനൊക്കെ കാരണം എന്താണ്? പ്രതലബലമാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് കൊഹിഷൻ എന്താണ്, അഡ്ഹീഷൻ എന്താണ്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. കൊഹിഷൻ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. അപ്പൊ അഡ്ഹീഷൻ എന്തായിരിക്കും? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ എന്ന് പറയുന്നത്. ഇത് കൊഹിഷൻ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന. ഇപ്പൊ ഇതിന് ഓർത്തിരിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രതലബലം കാരണമാണ് പ്രാണികൾ ജലത്തിന്റെ മേളിൽ കൂടി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പ്രതലബലത്തിന് കാരണം ഈ കൊഹിഷനാണ്. കൊഹിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അല്ലെ. അപ്പൊ പ്രതലബലത്തിന് കാരണം ഈ കൊഹിഷനും, മുമ്പേ പറഞ്ഞ കേശികത്വം ഉണ്ടല്ലോ, കേശികത്വത്തിന് കാരണം ഏതാണ്? അഡ്ഹീഷനും ആയിരിക്കും. അത് ഓർത്ത് വെക്കണം കേട്ടോ. കൊഹിഷൻ ബലം കാരണമാണ് എന്തുണ്ടാകുന്നത്? പ്രതലബലം ഉണ്ടാകുന്നത്. അതുപോലെ അഡ്ഹീഷൻ ബലം കാരണമാണ് കേശികത്വം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അഡ്ഹീഷന്റെ മറ്റേ എക്സാമ്പിൾ ആണ് നമ്മൾ ഈർക്കിലോ പെൻസിലോ ഒക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ഉയർത്തി കഴിയുമ്പോൾ അതിലിങ്ങനെ ജലം പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അല്ലെ. അതെന്തിന് എക്സാമ്പിളാ? അത് അഡ്ഹീഷൻ എക്സാമ്പിൾ ആണ്.
അതുപോലെ തന്നെ ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്കിലെ കണങ്ങൾ ബ്ലാക്ക് ബോർഡ് ചിലപ്പോൾ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതും എന്തിന് എക്സാമ്പിളാണ്? അഡ്ഹീഷൻ എക്സാമ്പിളാണ്. അതുപോലെ നമ്മൾ നോട്ട് എണ്ണുമ്പോൾ, കറൻസി നോട്ട് എണ്ണുമ്പോൾ വിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കാറുണ്ട്. അതും എന്തിന് എക്സാമ്പിളാണ്? അഡ്ഹീഷൻ എക്സാമ്പിളാണ്. അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? അഡ്ഹീഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കേശീയത്വത്തിന് കാരണം എന്താണ്? അഡ്ഹീഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. നമ്മൾ ജലത്തുള്ളികളെ ജനൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്നത്, അതും എന്താണ്? അഡ്ഹീഷൻ ആണ്. ഇനി കൊഹീഷൻ എക്സാമ്പിൾ നോക്കാം. കൊഹീഷൻ ബലത്തിന് കൊഹീഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഈ ദ്രാവകത്തിലൂടെ പ്രാണികൾ നടക്കുന്നത് അല്ലേ, പ്രാണികൾ നടക്കുന്നത് കൊഹീഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നത്, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കൊഹീഷൻ എക്സാമ്പിൾ. കൊഹീഷൻ എന്ന് പറയുമ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ളതും അഡ്ഹീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള എക്സാമ്പിളാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കേശിക ഉയർച്ചയും കേശിക താഴ്ചയും. എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കണം. അഡ്ഹീഷൻ ബലം കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച. എന്താണ്? അഡ്ഹീഷൻ നമ്മൾ ആഡ് ചെയ്യാന്ന് ഓർക്കാം. ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഉയരുവാണ് അല്ലെ, കൂടുവാണ് ചെയ്ത്, അങ്ങനെ ഓർത്താൽ മതി. അഡ്ഹീഷൻ ബലമാണ് കൂടുതലെങ്കിൽ അത് കേശിക ഉയർച്ചയും, അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹീഷൻ ബലമെങ്കിൽ അതെന്തായിരിക്കും? കേശിക താഴ്ചയായിരിക്കും. ഇത്ര ഓർക്കുക. അഡ്ഹീഷൻ ബലം കൂടുതലാണെങ്കിൽ അവിടെ കേശിക ഉയർച്ച. ആടെന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടുക എന്നല്ലേ, അപ്പൊ കൂട്ടുമ്പോൾ എന്താണ്? ഉയരുവാണ് ചെയ്യുന്നത്. അപ്പൊ അഡ്ഹീഷൻ ബലമാണ് കൂടുതലെങ്കിൽ അത് കേശിക ഉയർച്ചയും, ഇനി കൊഹീഷൻ ബലമാണ് കൂടുതലെങ്കിൽ അതെന്താണ്? കേശിക താഴ്ചയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു രണ്ട് വ്യത്യസ്ത വ്യാസമുള്ള രണ്ട് കുഴലുകൾ എടുക്കുക. ആ കുഴലുകളിൽ ഒരു തെർമോകോൾ കഷ്ണങ്ങൾ എന്താണ് ക്രമീകരിച്ചിരിക്കുന്ന ജലത്തിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ഓക്കെ, രണ്ട് വ്യത്യസ്ത വ്യാസമുള്ള രണ്ട് കുഴലുകൾ എടുക്കുക. അത് തെർമോകോൾ കഷ്ണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ജലത്തിൽ താഴ്ത്തി വെക്കുകയാണ്. അപ്പൊ കേശിക ഉയർച്ച ഏതിലായിരിക്കും? കേശിക ഉയർച്ച കൂടുതലുള്ളത് വ്യാസം കുറഞ്ഞ ആ കുഴലിലും കേശിക ഉയർച്ച കുറവുള്ളത് വ്യാസം കൂടുതലുള്ള കുഴലുമായിരിക്കും. അപ്പൊ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? കുഴലിന്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച എന്ത് ചെയ്യുന്നു? കൂടുന്നല്ലേ. അപ്പൊ അതത്രേ ഉള്ളൂ. വ്യാസം കുറയും തോറും, അതായത് ഏത് കുഴലിലാണോ വ്യാസം കുറയുന്നത് അവിടെ എന്തായിരിക്കും? കേശിക ഉയർച്ച കൂടുതലായിരിക്കും. അപ്പൊ എന്താണ് കേശിക ഉയർച്ച, എന്താണ് കേശിക താഴ്ച എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതിപ്പോ എങ്ങനെയാണെന്നും കൂടി പറയാം. അതായത് കുഴലിന്റെ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ദ്രാവകത്തിന്റെ ഭാരം എന്ത് ചെയ്യും? കുറയുന്നല്ലേ. അപ്പൊ കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് ആരാണ്? അഡ്ഹീഷൻ ബലമാണ് അല്ലെ. അഡ്ഹീഷൻ വ്യത്യസ്ത തന്മാത്രകളല്ലേ, അപ്പൊ അഡ്ഹീഷൻ ബലമാണ്. ഈ അഡ്ഹീഷൻ ബലം ദ്രാവകത്തിനെയും അതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തിനെയും ആശ്രയിച്ചായിരിക്കുന്നത്. അപ്പൊ ട്യൂബുമായുള്ള അഡ്ഹീഷൻ ബലം ദ്രാവകത്തിന്റെ കൊഹീഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ ദ്രാവകം എന്ത് ചെയ്യുന്നു? കൂടുതൽ ഉയരാൻ സഹായിക്കുന്നു. മനസ്സിലായോ? അതായത് ഈ നമ്മൾ കുഴലിന്റെ വ്യാസം കുറയുമ്പം അതിന്റെ ദ്രാവകത്തിന്റെ ഭാരം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ കുഴലിനകത്ത് ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ആരാണ്? അഡ്ഹീഷൻ ബലമാണ്. അപ്പൊ ഈ അഡ്ഹീഷൻ ബലം ദ്രാവകത്തിന്റെയും അതുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ട്യൂബുമായിട്ടുള്ള ഈ അഡ്ഹീഷന്റെ ബലം എന്താണ്? ദ്രാവകത്തിന്റെ കൊഹീഷൻ ബലത്തെക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? ദ്രാവകത്തിന് മുകളിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വ്യാസം കുറയും തോറും കേശിക ഉയർച്ചയാണ് കൂടുന്നത്. വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ കോട്ടൺ തുണി കൊണ്ടല്ലേ നമ്മൾ ഈ മണ്ണെണ്ണയുടെ പണ്ടത്തെയൊക്കെ ഇതുണ്ടല്ലോ, കത്തുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ കോട്ടൺ തുണികൾ കൊണ്ടാണ് നമ്മൾ തിരി ഉണ്ടാക്കുന്നത്. അപ്പൊ തിരി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും? എണ്ണ പെട്ടെന്ന് മുകളിലേക്ക് കയറും. കേശിക ഉയർച്ച എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അതൊക്കെ ഈ ഒരു ഇതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം? അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ആ പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണെന്ത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ഏതാണ്? നമ്മൾ തേനാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. തേന്, ഗ്ലിസറിന്, അതൊക്കെ എന്താണ്? വിസ്കസ് ബലത്തിന് എക്സാമ്പിൾ ആണ്. അതായത് ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കസ് ബലം എന്താന്ന് പറഞ്ഞാൽ എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ?
ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലമുളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷതയാണ് അതിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളുണ്ട്, വിസ്കോസിറ്റി കുറഞ്ഞതുകൊണ്ട്. കൂടിയത് ഏതൊക്കെയാണ്? തേന്, ഗ്ലിസറിന്, നെയ്യ്, എണ്ണ, അവയൊക്കെ വിസ്കോസിറ്റി കൂടിയതാണ്. ഇനി വിസ്കോസിറ്റി കുറഞ്ഞത് ഏതൊക്കെയാണ്? നമ്മുടെ മണ്ണെണ്ണ, ജലം, പെട്രോൾ, ഡീസൽ, അതൊക്കെ എന്താണ്? വിസ്കോസിറ്റി കുറഞ്ഞവയാണ്. അപ്പൊ വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങളെന്നും വിസ്കോസിറ്റി കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങളെന്നും പറയുന്നു. അപ്പൊ എന്താണ് വിസ്കസ് ദ്രാവകങ്ങൾ, എന്താണ് മൊബൈൽ ദ്രാവകങ്ങൾ? പിന്നെ അത് മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് മണ്ണെണ്ണ, ജലം, പെട്രോളിയം, ഡീസൽ, അതൊക്കെ എന്താണ്? മൊബൈൽ ദ്രാവകങ്ങൾ. അപ്പൊ വിസ്കോസിറ്റി കുറവാണ്. ഇനി വിസ്കോസിറ്റി കൂടിയതാണ് തേന്, ഗ്ലിസറിന്, നെയ്യ്, അതൊക്കെ വിസ്കോസിറ്റി കൂടിയതാണ്. അപ്പൊ അതിനെ എന്തെന്ന് പറയുന്നു? വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് പറ്റുന്നു? വിസ്കോസിറ്റി കുറയുവാണ് ചെയ്യുന്നത്. എന്താണ്? താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഷോക്ക് അടിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ താപനില പെട്ടെന്ന് കുറയുവാണ് ചെയ്യുന്നത്, അല്ലേ? ഷോക്ക് അടിക്കുമ്പോൾ ശരീരത്തിലെ താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പൊ അതുപോലെ തന്നെ അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടുന്നതിനാലായിട്ട് രക്തക്കുഴലുകളുടെ രക്തത്തിന് എളുപ്പത്തിൽ എന്താണ് ഒഴുകാൻ സാധിക്കാണ്ട് വരുന്നത്. അങ്ങനെ ഹൃദയാഘാതം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോക്ക് അടിക്കുമ്പോൾ പെട്ടെന്ന് തിരുമ്മി ചൂട് പിടിപ്പിക്കും. അപ്പൊ എന്ത് പറ്റുന്നു? രക്തത്തിന്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാകുകയും ശരിക്കും രക്തത്തിന് ഒഴുകാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോക്ക് അടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തിരുമുന്നത്. അപ്പൊ തിരുമുന്നതിന് കാരണം ഇതാണ്. വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ താപനില പെട്ടെന്ന് കുറയുന്നു. താപനില കുറയുന്നത് കാരണം വിസ്കോസിറ്റി എന്താണ്? കൂടുന്നു. അപ്പൊ താപനിലയും വിസ്കോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ താപനില കൂടുമ്പോൾ താപനില ഇവിടെ കുറയുമ്പോഴത്തേനും വിസ്കോസിറ്റി കൂടുന്നു. വിസ്കോസിറ്റി കൂടാന്ന് വെച്ചാൽ രക്തത്തിന് ശരിക്കും ആ കുഴലിൽ കൂടി എന്താണ് ഒഴുകാൻ പറ്റത്തില്ല. ഒഴുകാൻ പറ്റാണ്ട് രക്ത തടസ്സം ഉണ്ടെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ എന്താ? താപനില കൂടും. താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. അപ്പൊ രക്തത്തിന് ശരിക്കും ഒഴുകാൻ പറ്റുന്നു. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അതൊരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു വിസ്കോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. PSC നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു, പിന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞു, പ്ലവന തത്വം പറഞ്ഞു, പിന്നെ എന്താണ് പാസ്കൽ നിയമം പറഞ്ഞു, പിന്നെ കൊഹിഷൻ, അഡ്ഹീഷന്, കേശിക ഉയർച്ച, കേശിക താഴ്ച, ഇപ്പൊ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞത് വിസ്കസ് ദ്രാവകങ്ങൾ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കും. ഒത്തിരി ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താന്നുള്ളത് മനസ്സിലാക്കി, ഇതുകൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി. എക്സാമ്പിളാണ് കൂടുതലും ചോദിക്കുന്നത്. എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.